ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ഗാഡ്ജറ്റുകളുടെയും ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ EMI സൗകര്യത്തോടെ നിങ്ങൾക്കും ഗൾഫ് മൊബൈൽസിൽ നിന്ന് സ്വന്തമാക്കാം. ഗൾഫ് മൊബൈൽസിന്റെ പുതിയ ഷോറൂം മടുത്തറയിലും പ്രവർത്തനം ആരംഭിച്ചു. ഓയിൽ പമ്പ് കുളത്തൂപ്പുഴ ഡിവിഷനിലെ കണ്ടഞ്ചിറ എസ്റ്റേറ്റിലുണ്ടായ തീപിടുത്തം ഗൗരവമേറിയതാണെന്ന് പുനലൂർ MLA PA സുബാൽ പറഞ്ഞു. തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നത് കണ്ടെത്തണം. ഇതിനായി ജില്ലാ പോലീസ് മേധാവിയോട് അന്വേഷണം ഊർജിതമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരത്തിലുണ്ടാകാതിരിക്കാനുള്ള നടപടികളെ കുറിച്ച് ആലോചിക്കണം. മുഖ്യമന്ത്രിയെയും വനം റവന്യൂ മന്ത്രിമാരോടും സംഭവത്തിന്റെ ഗൗരവം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എണ്ണപ്പനത്തോട്ടത്തിലെ കനലുകൾ പൂർണ്ണമായും കെട്ടടങ്ങും വരെ പകൽ സമയം 2 യൂണിറ്റും രാത്രിയിൽ അഗ്നിരക്ഷാസേനയുടെ 1 യൂണിറ്റും തോട്ടത്തിനുള്ളിൽ തന്നെ തങ്ങുന്നതിനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. ഏതാണ്ട് 19 ഹെക്ടറോളം സ്ഥലം തീ കത്തി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏതാണ്ട് 2 വർഷമായിട്ടുള്ള ഏതാണ്ട് 90,000-ലധികം തൈകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 10-50 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഓയിൽ പാമ്പിന് ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമാണ്. തുടർന്ന് ഈ കാര്യത്തിൽ എന്തെല്ലാം കാര്യം ചെയ്യണമെന്നുള്ളത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ ഉണക്ക സമയത്ത് തീപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊരു അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ട വിഷയമാണ്. പോലീസിലെല്ലാം മാനേജ്മെൻറ്റ് പരാതി നൽകിയിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. ഭാവിയിൽ ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ വനം വകുപ്പും ഓയിൽ പാം മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന് ഒരു പ്രോഗ്രാം ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അത് ബന്ധപ്പെട്ട ചെയർമാൻ്റെയും മന്ത്രിയുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി അതൊരു പ്രോഗ്രാം അങ്ങനെ ആലോചിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നിലവിൽ തീയൊക്കെ അടങ്ങിയെങ്കിലും തീപ്പൊരിയൊക്കെ പലയിടത്തും കാണാനുണ്ട്. പ്രത്യേകിച്ച് പല കുട്ടികളുമായി ബന്ധപ്പെട്ട് അവിടെ എല്ലാം തീയുടെ സാന്നിധ്യമുണ്ട്. അതെല്ലാം നിയന്ത്രണ വിധേയമാക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ തൊഴിലാളികളും മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് നമുക്കറിയാം ഈ കാര്യത്തിൽ വളരെ മാതൃകാപരമായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. എല്ലായിടത്തു നിന്നുമുള്ള ഫോഴ്സ് നല്ലതുപോലെ ഇവിടെ എത്തിയിരുന്നു. അത് നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ വനം റവന്യൂ മന്ത്രിമാരുടെ ഓഫീസിലും എല്ലാം ബന്ധപ്പെട്ട് അവരെല്ലാം ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നു. പ്രത്യേകിച്ച് വനമേഖലയിൽ അത് ജാഗ്രതയോടെ പ്രതിരോധിക്കുന്നതിന് വനം വകുപ്പിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അധികാരികളുടെ ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ നല്ലതുപോലെ വന്നതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ അങ്ങനെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങൾ നിലവിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് 2-3 ദിവസം നമ്മുടെ ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ തങ്ങാനുള്ള ഒരു ക്രമീകരണം ആവശ്യമാണ് എന്ന് മാനേജ്മെൻറ്റ് അറിയിക്കുകയുണ്ടായി. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ആലോചിച്ച് അങ്ങനെ ഒരു ക്രമീകരണം ഒരുക്കാമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. തീപിടുത്തമുണ്ടായ ഇടങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു MLA. തൊഴിലാളി നേതാവ് S സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സുധീർ, കുളത്തൂപ്പുഴ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിമോൻ എന്നിവരടങ്ങിയ സംഘവും MLAക്കൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ. വെറും 1 രൂപ, അതെ വെറും 1 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം യമഹയുടെ മൈലേജ് സ്കൂട്ടേഴ്സായ ഫാസിനോയും റേയും. 70-ന് മുകളിൽ മൈലേജുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ 7,000 രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. FC സീരീസിന് 6,500 രൂപ ക്യാഷ് ബാക്ക്, FZF സീരീസിന് 7,500 രൂപ ക്യാഷ് ബാക്ക്, R15 MTക്ക് 10,000 രൂപയുടെ ക്യാഷ് ബാക്ക്. അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ? ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ യമഹ വാഹനം ഡെവിഡ് ഓട്ടോ ഹബ് കടയ്ക്കൽ നിന്ന്.